വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ്. എന്നാൽ ഇന്ന് ഞാൻ ഇംഗ്ലീഷ് അല്ല പഠിപ്പിക്കുന്നത്, ഇക്കണോമിക്സ് ആണ്. PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്നീ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. My name is Sarasan. I am a retired person from the University of Calicut. ഞാൻ 1985-87 ബാച്ചിലെ SN കോളേജിലെ MA എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരുന്നു. കുറച്ച് സമയം നിങ്ങളോടൊപ്പം ഞാനും കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലാസ് ശ്രദ്ധിക്കുക, ഒരു നല്ല മാർക്ക് വാങ്ങിച്ച് ലിസ്റ്റിൽ വരിക എന്നുള്ള പ്രതീക്ഷ, ദൃഢമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാം നമുക്കൊരുമിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ ഇക്കണോമിക് തിയറി അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ്, അത് പല മേഖലകളിലും ഗവൺമെൻറ് പോളിസി പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, ബിസിനസ് രംഗത്തെ, പേഴ്സണൽ ഫിനാൻസ്, ഇവിടെയൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആഡം സ്മിത്തിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് മൈക്രോ ഇക്കണോമിക്സ്? മൈക്രോ ഇക്കണോമിക് തിയറിയുടെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നതുകൊണ്ട് ഇക്കണോമിക്സ് എന്താണ്, മൈക്രോ ഇക്കണോമിക്സ് എന്താണ് എന്നൊന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇക്കണോമിക്സിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. Economics is a science which studies human behavior as a relationship between ends and skirts means which have alternative uses. ഇത് ലയണൽ റോബിൻസിൻ്റെ ഡെഫിനിഷനാണ്, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഇതാണ് മോസ്റ്റ് അക്സെപ്റ്റഡ് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ, ഇങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ in our day-to-day life we are knowingly or unknowingly using economics. അതുകൊണ്ട് മറ്റേത് സബ്ജക്റ്റിനേക്കാളും വ്യാപ്തിയും അതുപോലെ തന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ബാർബറ വുട്ടൺ പറഞ്ഞത്, whenever 6 economists gathered together 7 opinion arise. Yes, come to our point. ഇപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് ഫോക്കസസ് ഓൺ ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, ഫേംസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ പോയിന്റ് എന്താണ്? മൈക്രോ ഇക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് ഫോക്കസസ് ഓൺ ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, ഫേംസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഒരു ഉൽപ്പാദകൻ, അല്ലെങ്കിൽ അത് ഇൻഡിവിജ്വലായിട്ടാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അതിലാരൊക്കെ വരുന്നു? ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, ഫേംസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. മൈക്രോ ഇക്കണോമിക് സ്റ്റഡി എന്താണ് നടത്തുന്നത് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സും ഫേംസും പ്രൊഡ്യൂസേഴ്സും ഉൾപ്പെടുന്നു. അടുത്ത പോയിന്റോ, ഇറ്റ് ഡീൽസ് വിത്ത് ദി ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം. ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദി മെയിൻ ഇക്കണോമിക് സിസ്റ്റംസ്? ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. അപ്പോൾ അവിടെയും ഇൻഡിവിജ്വൽ പാർട്ട് ഉണ്ട്. ദെൻ ഇറ്റ് റിലേറ്റ്സ് ടു ദി ഇൻഡിവിജ്വൽ ഇൻകം ഓഫ് ദി ഹൗസ് ഹോൾഡ്. അവിടെ നമ്മൾ നാഷണൽ ഇൻകം അല്ല പഠിക്കുന്നത്, ഇൻഡിവിജ്വൽ ഇൻകം ഓഫ് ദി ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് ആണ് ഇക്കണോമിക്സ്, അല്ലേ? അപ്പോൾ ഇക്കണോമിയ മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് കൺസേൺഡ് വിത്ത് ദി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഫേം ഓർ ഇൻഡസ്ട്രി. അവിടെ പ്രൊഡ്യൂസർ ആവുന്നു, അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ മേഖലയിലും ഇൻഡിവിജ്വൽ ഫേം ആണ്, ഇൻഡസ്ട്രിയാണ്, ഓർ ഇൻഡിവിജ്വൽ. ഇവിടെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് നിശ്ചയിക്കപ്പെടുന്നത് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ. ആ കാര്യത്തിലും നമുക്ക് ഇൻഡിവിജ്വൽ ആണ്, ഇൻഡിവിജ്വൽ ഫേം ഓർ ഇൻഡസ്ട്രി. ദെൻ
It is a partial equilibrium analysis. Microeconomics is the partial equilibrium analysis, not economy as a whole or not national income analysis. ഇക്കോണമിയെ മൊത്തത്തിലല്ല നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് അതിനെ ജനറൽ ഇക്വിലിബ്രിയം ആയിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ ഹോൾ എക്കണോമിക് ഇക്വിലിബ്രിയം ആയിട്ടല്ല പറയുന്നത്, പാർഷ്യൽ എക്കണോമിക് ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് മൈക്രോ എക്കണോമിക്സ്. In short, we can say it studies the behavior of the individual, household or firm in making decisions in the allocation of limited resources. അപ്പോൾ എല്ലായിടത്തും നമ്മൾ മനുഷ്യൻ്റെ ഹ്യൂമൻ ബീങ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് അവർ ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്ന്, അതാണല്ലോ മീൻസ് ആൻഡ് എൻഡ്സ്. അപ്പോൾ ആ ഡെഫിനേഷൻ എന്താ? നമ്മൾ സ്കേഴ്സിറ്റി ഡെഫിനേഷനിൽ പറയുന്നത് ഇക്കണോമിക്സ് ഈസ് എ സയൻസ് ഓർ എ സോഷ്യൽ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. അവിടെ ഹ്യൂമൻ ബിഹേവിയർ ഒരു പോയിന്റ്, അതാണ് ഹ്യൂമൻ ബിഹേവിയർ. Economics is a science that studies human behavior as a relationship between ends and skirts means. അവിടെ ends ഉണ്ട്, skirts means. Skirts means. Pens ആണ് unlimited ones. Skirts means limited resources. So how can we use limited resources to maximize our satisfaction or utility or happiness? That is the ultimate aim of economics or human being. But human behavior, അവിടെ ends and skirts means തന്നെയുമല്ല which have alternative uses. അത് ഏത് രീതിയിൽ പ്രിഫറൻസ് അനുസരിച്ച് ഉപയോഗിച്ചാൽ അവിടെയാണ് പ്രിഫറൻസ് വരുന്നത്. സോ ഇക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് ഫോക്കസസ് ഓൺ ദി ബിഹേവിയർ. ആദ്യത്തെ പോയിന്റ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ വരാം, ഓർ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ബിഹേവിയർ വരാം, ഫോംസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. ഇറ്റ് ഡീൽസ് വിത്ത് ദി ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം, capitalism, socialism and mixed economy. It relates to the individual income of the household. It is concerned with the price and output for an individual firm or industry. It is a partial equilibrium analysis. It studies the behavior of the individual household or firm in making decisions in the allocation of limited resources. അപ്പം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് എങ്ങനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാക്കാം. ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ഓർ ഫോം ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഇൻ ദി അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. സോ വി ആർ അലോക്കേറ്റിംഗ് ലിമിറ്റഡ് റിസോഴ്സസ് ഇൻ ഓർഡർ ടു അറ്റൈൻ maximum satisfaction. How we can attain maximum satisfaction or utility out of spending our limited resources or here income. നമ്മളുടെ ഇവിടെ റിസോഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് ഇൻകം. അപ്പോൾ നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ച് അപരിമിതമായ ആവശ്യങ്ങളെ എങ്ങനെ സാധൂകരിക്കാൻ പറ്റും, അതാണ്. അതിൽ മൈന്യൂട്ട് സ്റ്റഡിയാണ്, മൈക്രോ ലെവലിലുള്ള സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡിവിജ്വൽ കൺസേൺസ്, ഇവിടെ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറാണ്, ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സാണ്, ഇൻഡിവിജ്വൽ ഫോംസ് ആണ്. ഈ രീതിയിലുള്ള പഠനത്തെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുക. അപ്പോൾ ഇനി ഇതിൻ്റെ കീ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മൈക്രോ എക്കണോമിക് തിയറി അതിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ കമ്പോണൻസ്, ഒന്നാമത്തത് നിങ്ങളുടെ സിലബസിൽ ആദ്യം കൺസ്യൂമർ ബിഹേവിയർ തന്നിരിക്കുന്നത്, എങ്കിലും അതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ.
സിമ്പിൾ ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ തിങ്. അത് നമ്മൾ ഡിമാൻഡിൽ പഠിക്കും. സപ്ലൈ ഈസ് ദി ക്വാണ്ടിറ്റി offered ഫോർ സെയിൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എത്തുന്നത്. ഇതേ രീതിയിൽ ഇ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ എസ് എസ്, ഇവിടെ ഡി ഡി, ഇത് പ്രൈസ്, ഇത് ക്വാണ്ടിറ്റി. സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. പി എന്ന് പറയുന്ന പോയിന്റിൽ ഏത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്നു? എസ് എസ് സപ്ലൈ കർവും ഡിമാൻഡ് കർവും, ഇവിടെ ഒ ക്യു ക്വാണ്ടിറ്റി, ഒ പി പ്രൈസ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി അത് തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, അതിനെക്കുറിച്ചാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അടുത്തത് ഇത് രണ്ടാമത്തെ കൺസെപ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ മെയിൻ കമ്പോണന്റ്. മൂന്നാമത്തത് കൺസ്യൂമർ ബിഹേവിയർ. ഈ കാറ്റഗറിയിൽ അതൊക്കെ വരും. യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, then total utility, the law of diminishing marginal utility. പിന്നെയോ ബജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഇതാണ് നമ്മൾ മെയിനായിട്ടും കൺസ്യൂമർ ബിഹേവിയർ ആണ് ആദ്യമായി പഠിക്കുന്നത്. പിന്നെ ഞാൻ കമ്പോണൻസ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഒരു ഇൻട്രൊഡക്ടറി ആയതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ യൂണിറ്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ യൂട്ടിലിറ്റി പഠിക്കണം. മാർജിനൽ യൂട്ടിലിറ്റി, ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്നത്. അടുത്തത് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ. അവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് പഠിക്കണം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പഠിക്കണം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പഠിക്കണം, ആവറേജ് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ആവറേജ് കോസ്റ്റ് പഠിക്കണം, ടോട്ടൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പഠിക്കണം, ടോട്ടൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പഠിക്കണം, ദെൻ മാർജിനൽ കോസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് അപ്പം കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ. അടുത്ത മാർക്കറ്റ് സ്ട്രക്ചർ. അവിടെ വി ഹാവ് ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ഏതൊക്കെയാണ്? ഒന്ന് മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, monopolistic competition, അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ഏതൊക്കെ പഠിക്കുന്നു? മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇങ്ങനെ പോകുന്നു. ഒളിഗോപ്പൊളി, ഇങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് വെൽഫെയർ ഇക്കണോമിക്സിനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. വെൽഫെയർ ഇക്കണോമിക്സ്, പിന്നെ ഗെയിം തിയറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആദ്യത്തെ ആ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുള്ളത്. അപ്പോൾ വാട്ട് ആർ ദി മെയിൻ കമ്പോണൻസ് ഒന്നുകൂടെ പറയാം. എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇക്വിലിബ്രിയം, ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം
പിന്നെ ഇലാസ്റ്റിറ്റി, അത് പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിറ്റി. മൂന്നാമത്തെ പോയിന്റ് കൺസ്യൂമർ ബിഹേവിയർ. അതിനകത്ത് യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ്, അത്രയും വരും. ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആണ്. അതിൽ ഏതൊക്കെ വരും? ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ ആവറേജ് കോസ്റ്റ്, ടോട്ടൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഇങ്ങനെ പോകുന്നു. മാർക്കറ്റ് സ്ട്രക്ചർ ആണ് അടുത്തത്. മാർക്കറ്റ് സ്ട്രക്ചറിൽ മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വി കം ടു കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ ആയിരിക്കും അടുത്തത് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വി കം ടു ദി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ദി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ദി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് യഥാർത്ഥത്തിൽ കൺസ്യൂമർ ബിഹേവിയർ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. വിച്ച് സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽസ് മേക്ക് decisions to allocate their limited resources among various goods and services. നമ്മൾ ആ ഇക്കണോമിക്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻകം, ലിമിറ്റഡ് റിസോഴ്സ് ഇവിടെ വൈന്ന് കാണിച്ചിരിക്കുന്നത് ഇൻകം, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പരിമിതമായ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകത്തെ മാക്സിമം സാറ്റിസ്ഫാക്ഷനുള്ള യൂട്ടിലിറ്റി കിട്ടത്തക്ക രീതിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ദി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ് വിച്ച് സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽസ് മേക്ക് ഡിസിഷൻസ് ടു അലോക്കേറ്റ് ദെയർ ലിമിറ്റഡ് റിസോഴ്സസ് ഇൻകം എമംഗ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തിനു വേണ്ടിയാണ്? ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി. ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി മാക്സിമം ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹാപ്പിനെസ് മാക്സിമം ആക്കുന്നതിന് വേണ്ടി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. അതായത് നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഒരു തൃപ്തിയെയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു ആപ്പിളിന് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അതിൽ യൂട്ടിലിറ്റി ഉണ്ടെന്നർത്ഥം. അപ്പോൾ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ആപ്പിളിന് അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഹ്യൂമൻ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിൽ യൂട്ടിലിറ്റി ഉണ്ട്. ഇതുപോലെ ഏത് വസ്തുവിലും നമുക്ക് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പവറിനെയാണ് യഥാർത്ഥത്തിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരുന്നത് പ്രധാനമായിട്ടും യൂട്ടിലിറ്റിയിലേക്കും മാർജിനൽ യൂട്ടിലിറ്റിയിലേക്കും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിലേക്കുമാണ്. അതുകൊണ്ട് യൂട്ടിലിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ഇത് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കും. ഇപ്പോൾ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ്? വാണ്ട്സ് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി ഈസ് കാൾഡ് യൂട്ടിലിറ്റി. ഇനി വാട്ട് ആർ ദി മെയിൻ ആസ്പെക്ട്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ? മെയിൻ ആസ്പെക്ട്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആർ: ഒന്ന് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, രണ്ടാമത്തത് സോഷ്യൽ ഫാക്ടേഴ്സ്, മൂന്നാമത്തത് ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം കൺസ്യൂമറുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഉദാഹരണത്തിന് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, അവിടെ പെർസെപ്ഷൻ, ഒരു ധാരണ ഒരു കൺസ്യൂമറിന് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾ വാണ്ട്സും നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെ എന്താണ് നീഡ്സും വാണ്ട്സും തമ്മിലുള്ള വ്യത്യാസം? വാണ്ട്സ് എന്ന് പറഞ്ഞാൽ, നീഡ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അർജൻറ്റ്, വാണ്ട്സ് ആർ കാൾഡ് നീഡ്സ്. അപ്പോൾ നീഡ്സ് ഏറ്റവും അത്യാവശ്യം, വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ആവശ്യം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റണം, അല്ലെങ്കിൽ അത്യാവശ്യം നിറവേറ്റണം. ഇത് നമ്മളുടെ കുട്ടിക്ക് ഫീസ് കൊടുക്കാനാണോ,
തിടുക്കം അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം വാങ്ങിച്ച് കൺസ്യൂം ചെയ്യാനാണോ? അത് ആ കൺസ്യൂമറുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേ രീതിയിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നിട്ട് കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെടാത്തത് ഏതെങ്കിലും അങ്ങനത്തെ ചോദ്യം വന്നാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത് പോയിന്റുകൾ മാത്രം ഒന്ന് ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അല്ല ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്നും ഇതുവരെ നമ്മൾ പഠിച്ചതിനകത്ത് ഡെഫിനേഷൻ ഒന്നും ചോദിക്കത്തില്ല. പക്ഷേ മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഡിവിജ്വൽ ഫോംസ് ആണ്, ഇൻഡിവിജ്വൽ കൺസ്യൂമറാണ്, പിന്നെ ഇൻഡസ്ട്രിയാണ്. ഇത്തരം കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ലെവലിലാണ് അല്ലെങ്കിൽ മൈക്രോ ലെവലിലാണ് നമ്മളതിനെ വീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ 1 സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, 2 സോഷ്യൽ ഫാക്ടേഴ്സ്. ഉദാഹരണത്തിന് ഫാമിലി, ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ കുടുംബത്തിലെ അംഗങ്ങളെ. പ്രായമുള്ളവർ കാണും, കുട്ടികൾ കാണും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതെല്ലാവർക്കും വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും, കുട്ടികൾക്ക് വേണ്ടി മാത്രം വാങ്ങിക്കുന്നുണ്ടാവും, പ്രായം എത്തിയവർക്ക് വേണ്ടി വാങ്ങിക്കുന്നുണ്ടാവും, ജനറലായിട്ട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതേ രീതിയിൽ സോഷ്യൽ ഫാക്ടേഴ്സ് കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്വാധീനിക്കും. കാരണം ഇൻകം, പ്രൈസ്, മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റ് സ്ട്രക്ചർ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇക്കണോമിക് ഫാക്ടേഴ്സിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഒരു പ്രധാന ഘടകമാണ്. എംപ്ലോയ്മെൻറ്റ് ഒരു ഡിസ്കോസ്റ്റ് അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ടെമ്പററി ജോലിയുള്ള ഒരാളും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയിയും പെർമനൻറ്റ് എംപ്ലോയിയും തമ്മിൽ വ്യത്യാസമുണ്ട്, അയാളുടെ ഇൻകത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻകം ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറാണ് പ്രൈസ്. നമുക്കറിയാമല്ലോ, വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതാണല്ലോ ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതുപോലെ മറ്റൊരു പ്രധാന ഘടകമാണ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? പ്രൈസ്, വാല്യൂ ഓഫ് പ്രൈസ് ഡിക്രീസസ്. ഒരു സാധനത്തിൻ്റെ മൂല്യത്തിലുണ്ടാകാവുന്ന വ്യത്യാസം, അല്ലെങ്കിൽ അതിന് സിമ്പിളായി പറഞ്ഞാൽ എ കാർട്ട് ഫുൾ ഓഫ് നോട്ട്സ് ഫെച്ചിങ് എ പോക്കറ്റ് ഫുൾ ഓഫ് ആർട്ടിക്കിൾ. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. അതായത് ഒരു കാളവണ്ടി നിറച്ച് നോട്ടുമായിട്ട് പോയിട്ട് ഒരു പോക്കറ്റിൽ കൊള്ളാവുന്ന സാധനമായിട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ നമ്മൾ എന്താ അത് മനസ്സിലാക്കുന്നത്? നോട്ടിന് യാതൊരു വിലയുമില്ല, പണത്തിൻ്റെ മൂല്യം ഇടിയുന്നു. അതാണ് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദി വാല്യൂ ഓഫ് മണി ഡിക്രീസിങ് ഓർ ഫാളിങ് ഡൗൺ. ആ ഒരു സിറ്റുവേഷനാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ യൂട്ടിലിറ്റി മുതൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് തുടങ്ങിയവ കാര്യങ്ങൾ, കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫങ്ഷൻ, കോമൺ യൂട്ടിലിറ്റി ഫങ്ഷൻസ്, ലിയോണ്ടിഫ് യൂട്ടിലിറ്റി ഫങ്ഷൻ, ലീനിയർ യൂട്ടിലിറ്റി ഫങ്ഷൻ, ഇങ്ങനെ വരുന്ന കാര്യങ്ങളും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ ആയിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും. അപ്പോൾ അതേ രീതിയിൽ ഇക്വേഷൻസ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത് ആദ്യം തന്നെ കോബ് ഡഗ്ലസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഈ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, യൂട്ടിലിറ്റി ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എനിക്ക് 2 MA ഉണ്ട്. ഇംഗ്ലീഷിൽ ഇഗ്നോയുടെ MA ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സിലും MA ഉണ്ട്. അത് രണ്ടും ഈസിയായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.